മെഴുകുതിരി കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് സ്ത്രീ മരിച്ചു. ഈ കറണ്ടില്ലാതെ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചാണ്. ചില വസ്ത്രങ്ങളിലൊക്കെ പെട്ടെന്ന് തീ കയറി പിടിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും നിലവിളക്ക് കൊളുത്തുകയോ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ സാധാരണ എന്തെങ്കിലും മണ്ണെണ്ണ വിളക്ക് കത്തിക്കുകയോ ഒക്കെ ചെയ്താലും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞ പോലെ മെഴുകുതിരി ആണെങ്കിലും എല്ലാം തീയാണല്ലോ. ഈ തീ പെട്ടെന്ന് സാധാരണ ചില വസ്ത്രങ്ങൾ, ചില തരത്തിലുള്ള വസ്ത്രങ്ങളെയൊക്കെ പെട്ടെന്ന് തീ കയറി പിടിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കെടുത്താൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ അടുത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും സൗകര്യങ്ങളോ ഉണ്ടാവണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കൈകളിൽ ഇത്തരത്തിലുള്ള ഈ മെഴുകുതിരിയോ മറ്റു കാര്യങ്ങളോ തീ കൊണ്ടുള്ള കളിക്കോ ഒക്കെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുക അത്തരമുള്ള കാര്യങ്ങൾ. കാരണം മുതിർന്നവർ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ഇവിടെ മരിച്ചിരിക്കുന്ന 71 വയസ്സുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ മെഴുകുതിരി കത്തിക്കുന്നതിനിടെയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് നമ്മൾ മുതിർന്നവർ ചെയ്യുമ്പോൾ ഈ തീയും മറ്റും കാര്യങ്ങളും കണ്ട് കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ആഹ്ലാദത്തിന് അല്ലെങ്കിൽ പെട്ടെന്നൊരു രസത്തിന് വേണ്ടിയിട്ട് കയറി പെട്ടെന്ന് തീയോ തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മറിച്ചിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അത്യാഹിതത്തിലേക്കായിരിക്കും